ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പീസാണ്. അതിന് നമ്മൾ അരിയൊന്നും അരയ്ക്കാത്തൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം വേണ്ടത് തേങ്ങാപ്പാൽ. അതിന് ഞാനാണെങ്കിൽ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ഉള്ള പാലാണ് എടുത്തേക്കുന്നത്. ഇനി മുട്ടയാണ്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ്, ഒരു 3/4 കപ്പ് പഞ്ചസാര. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ജീരകം, ഏലക്ക, പഞ്ചസാര ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി വേണ്ടത് കോൺഫ്ലവർ. നമ്മൾ ചോളപ്പൊടി പൊടിച്ചത് നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, നല്ലതാണ്. ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നതിനകത്ത് മെയിനായിട്ട് നമ്മൾ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, കോൺഫ്ലവറാണ് ചേർക്കുന്നത് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പാടടുപ്പത്ത് വെച്ച് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയൊക്കെ ഒഴിച്ചത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത് നമ്മൾ അരിപ്പൊടിയിലല്ല ചെയ്യുന്നത്. സാധാരണ അരിയൊക്കെ അരച്ച് അല്ല തേങ്ങാപ്പാലിലൊക്കെ ഒഴിച്ചൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ അരി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ചോളപ്പൊടി എന്നുവെച്ചാൽ കോൺഫ്ലവർ അത് ഉപയോഗിക്കുന്നത്. ചോളം പൊടിച്ചതാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. മുൻപിൽ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കേണ്ടത്. എളുപ്പം നമുക്ക് തയ്യാറാക്കാം, വലിയ പാടൊന്നുമില്ല. ഇതൊന്ന് തിളച്ചിങ്ങനെ വറ്റിച്ചിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേണം റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ആവാവൂ. ഇനി നമുക്ക് ഈ ചൂടോടെ വേണം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ഇത് തണുക്കുന്നതിന് മുമ്പ്. അതിന് നെയ്യ് തടവി പാത്രം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് ആവുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോകും. ഇങ്ങനെ വെച്ച് നെയ്യ് തടവി കൊടുക്കണം. ഷേപ്പ് നല്ല
ഷേപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് തണുപ്പെല്ലാം മാറും. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം എടുക്കാൻ. സെറ്റാക്കി വെച്ചു. ഇനി ഇതൊന്ന് തണുക്കട്ടെ. നമ്മുടെ അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇത് മുറിക്കണം, നമുക്ക് ഇഷ്ടം അനുസരിച്ച് മുറിക്കണം. നമുക്ക് എങ്ങനെ ഇഷ്ടമനുസരിച്ച് മുറിച്ചെടുക്കാം. വലുത് വേണമെങ്കിൽ വലുത് മുറിക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം. നമുക്ക് ഇഷ്ടമനുസരിച്ച്. നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അരിയൊന്നും അരയ്ക്കാത്ത ഒരു കിണ്ണത്തപ്പമാണ് റെഡി ആക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പവും വലിയ ജോലിയൊന്നുമില്ല, എളുപ്പം നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ പുതിയ വിഭവങ്ങളായിട്ട് വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള കിണ്ണത്തപ്പമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി എളുപ്പം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വലിയ പാടില്ല. ഇതിനകത്ത് അരി അരയ്ക്കാത്തത് കൊണ്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് വെച്ച് നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായി നാളെ വരാം. പുതിയ റെസിപ്പീസായിട്ട് ഓരോ ദിവസവും ഞാൻ വരുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ